ന്യൂ ജനറേഷൻ, ഞങ്ങളെ യൂത്ത് വിങ് അല്ല, ഇപ്പത്തെ മൂത്ത വിങ്കും ബഹുമാനം ഇല്ല. യൂത്ത് വിങ് മാത്രം ചൊല്ലാണ്ട് ഇപ്പത്തെ മൂത്ത വിങ്കും കണക്കെ. യൂത്ത് വിങ്கு വെല്ലങ്ങളട്ട റെസ്പെക്ട് ബഹുമാനം ഇല്ല. അബ്ബ വന്നെങ്കും കണക്കെ. പിന്നെ ആര് വയസ്സന്മാർ വന്നെങ്കും കണക്കെ. ഏതോ ഒരു ചെറുക്ക സൈഡിൽ നിന്നിട്ട്, കാറിന്റെ സൈഡിൽ നിന്നിട്ട് സിഗരറ്റ് വലിച്ചോണ്ടെന്ന പോലെ. അത് കണ്ടിട്ടാകുമ്പോൾ അവിടെ ഉള്ള ഒരു വയസ്സായ മനുഷ്യൻ വന്നിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ചെങ്ങായി, അവൻ്റെ ഫ്രണ്ട്, അവൻ്റെ ബ്രോ ഹാസ്, അവൻ്റെ ഷഡ്ഡി ദോസ്, അവൻ വന്നിട്ട് ചൊന്നോളൂ, ഇതല്ല നോപ്പു നിന്റെ അബ്ബ വന്നിട്ടുണ്ടോ അപ്പോൾ അവൻ ചൊന്നെന്തരം വന്നിട്ടുണ്ടാ എൻ്റെ അബ്ബ വന്നോണ്ടുണ്ടോ സിഗരറ്റ് വലിച്ചോണ്ടുള്ളല്ലേ. അബ്ബ വന്നോണ്ടോ ചൊന്നപ്പോൾ ഓൻ കേട്ടവളെ മോൻ കേട്ടവൾ അബ്ബൻ്റെ പെട്രോളിൻ്റെ ടാങ്കറാണ് പോട്ടയില്ല സൈഡിൽ. ആ വലിച്ചെങ്കത്തെ തീ പിടിക്കുവാൻ അയാൾ പോട്ടയിടാൻ. ഇതാണ് ന്യൂ ജനറേഷൻ. ഇപ്പത്തെ യൂത്ത് വിങ് യങ്മെൻസ് എല്ലാവരും അല്ല. നിങ്ങൾ ഒരു ബേജാറാണ്ട ബാല്യക്കാർ. ഈ കേട്ടോ ഉണ്ടെങ്കിൽ നീ ബേജാറായിട്ട് കാര്യമൊന്നുമില്ല, നീ ബേജാറാവണേ. മൂത്ത വിങ്കും അങ്ങനമേ, ഇപ്പത്തെ വയസ്സന്മാരും അങ്ങനമേ. ചെറിയങ്ങളൊട്ട ബാല്യക്കാരൊട്ട ഒരു റെസ്പെക്ട്, ഒരു ബഹുമാനം, ഒരു പിരിസപ്പാട്, ഒരു കിർഫ്, ഒരു സിമ്പതി, ഒരു വാത്സല്യം, ഒരു സ്നേഹ വയസ്സന്മാർക്കും ഇല്ല. മുഞ്ഞാന്നോളെ ഒരാൾ ഭയങ്കര BP 55 ചൂടിൽ വന്നിട്ട് നണ്ടോട്ട ഉസ്താദ്, ഇപ്പത്തെ ബാല്യക്കാർക്ക് തീരെ ബഹുമാനില്ല ഉസ്താദ്. വയസ്സന്മാരിൽ എന്തേ ആചാർ എന്തോ ആയിട്ടില്ല. ഞാൻ അവിടെ ഗേറ്റിലവിടെ നിന്നിട്ടിരുന്നു ഉസ്താദ്. ആ ചെറുക്കനൊക്കെ സലാം ചൊന്നോ. സുബ്ഹാന റബ്ബി. ബാല്യക്കാർ അയാൾക്ക് സലാം ചൊന്ന പോലെ അത് ഇയാൾക്ക് ഭയങ്കര കുറച്ചിലായി. പിന്നെ ഇയാൾക്ക് സലാം തിടണേതാ? ഇപ്പത്തെ ബാല്യക്കാരോട് വയസ്സന്മാരെ കൺസെപ്റ്റ്, വീക്ഷണ, കാഴ്ചപ്പാട് എങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കി. അവനൊക്കെ സലാം ചൊന്നു ഉസ്താദ്. ഇപ്പത്തെ ബാല്യക്കാർക്ക് റെസ്പെക്ട് ബഹുമാനം ഒന്നുമില്ല. ആ ചെറുക്കനൊക്കെ സലാം ചൊന്നോ, അസ്സലാമു അലൈക്കും. പിന്നെ നിനക്ക് എന്ത് ചലനായോ? നിക്കാ സലാം ചെന്നത് യാറ മാരിക്ക്. ഇതെന്ത് വയസ്സിങ്ങത്തെ? അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. അങ്ങനെയല്ല. ബാല്യക്കാരോട് നല്ല സ്നേഹത്തോടെ പെരുമാറണം. അവരെന്ന് വന്ന വല്ല ന്യൂനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ സദുദ്ദേടത്തോടെ തിരുത്തണം. അവരോടെപ്പോഴും പിന്നെ നല്ല ഉപദേശങ്ങൾ കൊടുക്കണം. അവരെ നല്ലോണം അടുപ്പിക്കണം.